നമസ്കാരം. ചീത്തവിളി, അസഭ്യം പറച്ചിൽ, ഭീഷണി, ഫോണിലൂടെയായാലും നേരിട്ടായാലും ഒരു CPM കാരന്റെ മിനിമം നിലവാരം ഇതാണ്. പാലക്കാട്ട് PK ശശി എന്ന സഖാവ്, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം വിമതനായി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് അദ്ദേഹം ചില പ്രസംഗങ്ങളിൽ ഈ DYFIക്കാരുടെയും ചില CPM നേതാക്കളുടെയും ഈ മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞു. ഒരു നേതാവ് മറ്റുള്ള ഒരു നേതാവിനെ ചാരിയാണ് നിൽക്കുന്നത്, അയാൾക്ക് നേരെ നിൽക്കാനാവില്ല, എപ്പോഴും ലഹരിയിലാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിന് മറുപടി ആയിട്ടാണോ എന്നറിയില്ല, PM ആർഷോ എന്ന തീപ്പൊരി SFIക്കാരൻ കൂടെ പ്രവർത്തിക്കുന്ന പെൺകുട്ടിക്ക് അച്ഛനില്ലാത്ത കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ കിടന്ന് വീരവാദം മുഴക്കുന്നയാളാണ് ഇദ്ദേഹം. ശശി അനുകൂലിയായ ഒരു യുവ നേതാവിനെ വിളിച്ച് തീർത്തുകളയും തട്ടിക്കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയതായ പരാതിയാണ് ഉയരുന്നത്. ഷാനിഫ് എന്ന ഒരു നേതാവിനെയാണ് ഇദ്ദേഹം വിളിച്ചതായി പറയുന്നത്. ഇദ്ദേഹം തീർത്തുകളയും, PK ശശിക്കൊപ്പം നിന്നാൽ തീർത്തുകളയും, അതുപോലെ PK ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കില്ല, മണ്ണാർക്കാട്ട് മത്സരിക്കില്ല, ഒരിടത്തും മത്സരിക്കില്ല, ശശി അനുകൂലികളെയൊക്കെ തന്നെ തീർത്തുകളയും, ശശിയെ തന്നെ തീർത്തുകളയും എന്ന രീതിയിൽ ഇദ്ദേഹം സംസാരിച്ചു എന്നാണ് ഷാനിഫ് പരാതി പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, ഒരു പരാതിയാണ്. ഇതാണ് CPM കാരന്റെ രീതി, സംസ്കാരം. ഇത് പ്രവർത്തിക്കാനും ഇവർക്ക് മടിയൊന്നുമില്ല. ഇപ്പൊ PM ആർഷോ അങ്ങനെ ചെയ്യും എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ആർഷോ പ്രശാന്തി ശിവന്റെ കയ്യിൽ നിന്ന് അടികിട്ടി ഓടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ഷാനിഫ് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ ഞാൻ വരാം എന്ന് പറയുന്നതായി ഷാനിഫ് തന്നെ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടും, തോൽക്കും എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇതുപോലുള്ള ഭീഷണികളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നേരത്തെ തന്നെ SFIക്കാർക്കും DYFIക്കാർക്കും ഒക്കെ ഉള്ളതാണ്. ക്യാമ്പസിലൊക്കെ മറ്റ് പാർട്ടികൾ ജയിക്കുകയാണെങ്കിൽ ആ ജയിച്ച സ്ഥാനാർത്ഥിയും കൂട്ടരെയും ഓടിച്ചിട്ട് അടിക്കുക, ഭീഷണിപ്പെടുത്തുക. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുക, ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, കൊല്ലുമെന്ന് പറയുക, വെട്ടി പള്ളയക്കളയുമെന്ന് പറയുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടി എങ്ങനെയാണ് തകർന്ന് തരിപ്പണമായത് എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. എന്തൊക്കെയായാലും ഭീഷണിയും ഗുണ്ടായുസവുമായി PM ആർഷോ രംഗത്തിറങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ആർഷോയ്ക്ക് പിന്തുണയുമായിട്ട് കുറെ സഖാക്കളുമുണ്ട്. PK ശശി താന്തോന്നിത്തരം കാണിച്ചു, അയാളെ പൊക്കിപ്പിടിച്ചു, അയാളെ പിടിച്ച് KTDC ചെയർമാനാക്കി, അയാളെ സഖാവി ശശി എന്നൊക്കെ പറഞ്ഞ് കിടന്നു വിളിച്ചു. അവസാനം അയാൾ രാഷ്ട്രീയമായ കാരണങ്ങളാൽ പുറത്തു പോയപ്പോൾ അയാളെ വളരെ മോശമായി ചിത്രീകരിച്ചും പോസ്റ്റുകൾ ഇടുക അയാൾ ചെയ്തിട്ടുണ്ടാകും. അയാളുടെ തീവ്രതയുടെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. PK ശ്രീമതിയും അതുപോലെ AK ബാലനും ഒക്കെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തിയതാണല്ലോ, നമുക്കറിയാം. എന്തായാലും ശരി, ഇത്തരത്തിൽ ഭീഷണി മുഴക്കിക്കൊണ്ടും ഒക്കെ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ അവസരത്തിൽ PM ആർഷോയെ പോലുള്ള കുട്ടി സഖാക്കളല്ല, ഇപ്പോൾ മുതിർന്ന സഖാവായി. എന്തൊക്കെയായാലും CPMന് ഇതൊക്കെ തന്നെ വളരെ കാര്യമായി ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാലക്കാട് CPMന്റെ ഒരു ഉറച്ച മേഖലയാണ്. അവിടെ തന്നെ CPMന്റെ ശക്തമായ തിരിച്ചടി ഈ PK ശശി മാറുന്നതോടെ അല്ലെങ്കിൽ മാറിയതോടെ ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇത്തരത്തിൽ ഭീഷണിയും ഗുണ്ടായുസവും തെറിപറയിലും ഒക്കെ ആയിട്ട് നടക്കുകയാണ് SFIക്കാർ അല്ലെങ്കിൽ DYFIക്കാർ, PM ആർഷോയെ പോലുള്ള യാതൊരു നിലവാരവുമില്ലാത്ത ആളുകൾ എന്നോർത്ത് നമുക്ക് ഈ പാർട്ടിയോട് തന്നെ വല്ലാത്ത ഒരു പുച്ഛവും ഒക്കെ തന്നെ തോന്നിപ്പോവുകയാണ്. ഇലക്ഷൻ കഴിയട്ടെ, മണ്ണാർക്കാട്ട് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് എന്ത് സംഭവിക്കും എന്നറിയാം. ഇതിനെയൊക്കെ രാഷ്ട്രീയമായി ആരോഗ്യപരമായി നേരിടണ്ടേ. PK ശശി പോകുന്നെങ്കിൽ പോട്ടെ, പുറത്താക്കിയാലേ, അയാളവിടെ മത്സരിക്കട്ടെ, തോപ്പിച്ച് കാണിക്കാം എന്നൊക്കെയല്ലേ ഒരു രാഷ്ട്രീയ മര്യാദയോടെ പറയേണ്ടത്. അല്ലാതെ അയാളുടെ പിന്നിൽ നിൽക്കുന്നവരെയോ അല്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക. കോഴി നെല്ല് കൊത്തിയതിന് മുട്ടയെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇനി PK ശശി തന്നെ നേരിട്ട് വിളിച്ച് രണ്ട് വർത്തമാനം പറയാൻ PM ആർഷോയ്ക്ക് കഴിയുമോ എന്നുകൂടി ശശി അനുകൂലികൾ ചോദിക്കുന്നുണ്ട്. അതിന് കഴിവില്ല. ഇത്തരത്തിൽ ഒളിച്ചിരുന്ന് നേരത്തെ പറഞ്ഞതുപോലെ മുട്ടയെ ചീത്ത പറയാൻ മാത്രമേ ഇവർക്കൊക്കെ ധൈര്യമുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഗുണ്ടായുസം കാണിക്കാനും ഇത്തരം തെറി പറയാനും യാതൊരു നിലവാരവും ഇല്ലാതെ സംസാരിക്കാനും ഒക്കെ നന്നായി അറിയാവുന്ന വ്യക്തിയാണ് PM ആർഷോ എന്നാണ് നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുള്ളത്. നോക്കാം.